ഹലോ ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ തണ്ണിമത്തൻ ഐസ്ക്രീമാണ്. അപ്പോൾ എങ്ങനെയാണ് തണ്ണിമത്തൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ വാട്ടർ മെലൺ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തൊന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഏത് വിപ്പിംഗ് ക്രീമും എടുക്കാം കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾ പുറത്ത് വെക്കണം, എന്നാലേ നന്നായിട്ടൊന്ന് ബീറ്റ് ആവുള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. സിമ്പിളാണ് നമ്മുടെ തണ്ണിമത്തൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കാൻ. വേറെ സാധനത്തിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. തണ്ണിമത്തനൊക്കെ വീട്ടിൽ കിട്ടുന്ന സമയമാകുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞു പിള്ളേർക്കും എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാൻ പറ്റും. മറ്റേത് അതിൽ എന്തൊക്കെ കൂട്ടി ചേർക്കേണ്ടതുണ്ടോ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നമ്മൾ വിശ്വസിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം നമ്മുടെ ഐസ്ക്രീമിൻ്റെ പാകത്തിന് നമ്മുടെ വിപ്പിംഗ് ക്രീം വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഒന്ന് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അരിക്കൊന്നും വേണ്ട. അപ്പോൾ അടിച്ചു വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലോട്ട് നമ്മുടെ വാട്ടർ മെലണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മളുടെ വിപ്പിംഗ് ക്രീമും വാട്ടർ മെലണും കൂടിയിട്ട് ഒന്ന് മിക്സ് ആവുന്ന വിധം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചുറ്റുഭാഗത്തൊക്കെ നിറച്ചാവും. അപ്പോൾ അതിന് ഞാൻ ക്ലീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഷുഗറിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നല്ല മധുരമുള്ളതാണ്. തണ്ണിമത്തൻ നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. തണ്ണിമത്തനിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ കട്ടിയിലൊന്നും ആവില്ല. ഏകദേശം ഈ കട്ടിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫ്രീസറിൽ വയ്ക്കുക. ഒരു നൈറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് ശേഷം ഒന്ന് പുറത്തെടുത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ല തിക്കായിട്ട് വരുള്ളൂ. രണ്ട് വട്ടം ബീറ്റ് ചെയ്താലാണ് ഒരുവിധം നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ടൈപ്പിൽ വരുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നേരം ബീറ്റ് ചെയ്യണം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെയാവും. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലോട്ട് കയറ്റി വയ്ക്കുക. അപ്പോൾ തന്നെ ഈ ഏകദേശം നമ്മുടെ ഐസ്ക്രീം കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ ടൈം കൊടുത്തിട്ട് വയ്ക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ട് വരും. ഈ ടൈപ്പിലേ വരുള്ളൂ. പിന്നെ ഞാനൊരു സ്പൂൺ കൊണ്ടാണ് ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ല സ്വാദുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇതാകുമ്പോൾ തോനെ ഉണ്ടാക്കാം. കുറച്ച് ചിലവേ ഉണ്ടാവുള്ളൂ. പൈസയ്ക്കൊന്നും അധികം ചിലവും വരില്ല. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യാം കേട്ടോ. പിന്നെ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ.